മക്കൾ കന്നം വിളമ്പി തരും അമ്മ തന്നഞ്ച മുരുകുമ്പോഴും മക്കൾ കന്നം വിളമ്പി തരും മക്കളാ നെഞ്ചം ഏതാപ്പ ഈ വിത്ത്? നമ്മളെ കുമാരേട്ടന്റെ വലിയ ഗുണമില്ലാത്ത വിത്താന്നാ തോന്നുന്നത്. വയ്യെങ്കിൽ 2 ദിവസം ഇനി പണിക്കൊന്നും പോകണ്ട. നീ എപ്പോഴെങ്കിലും 4 അടയ്ക്ക പൊളിച്ചാലൊന്നും കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കൂല. അയൽക്കൂട്ടത്തിൽ ഇനി ഈ മാസവും കൂടി ചേർത്ത് 6000 രൂപ അടയ്ക്കാനുണ്ട്. കൂട്ടാൻ വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ശ്രീകുട്ടൻ വന്നു. എന്നാ നിങ്ങൾ മീൻ പോയി വാങ്ങിച്ചോണ്ടിരി. എന്നാ ഞാൻ ശേഷം മീൻ വാങ്ങിയിട്ട് വരാം. പ്ലീസ് അമ്മേ, അച്ഛനോടൊന്ന് പറ. അച്ഛനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സ്കൂളിൽ നിന്ന് ടൂർ അടുത്ത കൊല്ലം ഉണ്ടാവും. അമ്മയ്ക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാവാത്തതേ പൈസ ഇല്ലാത്തോണ്ടാ. അമ്മ ഒരു 2000 രൂപ മതി. എത്ര? 2000? നല്ല കാര്യായി. കഴിക്ക്. വേണ്ട എനിക്ക്. കുട്ടാ, അതിനു മാത്രമൊന്നും നീ ആയിട്ടില്ല കേട്ടോ. ആവും. ആവട്ടെ. എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ. 2000 ഉറുപ്പിയേ. എങ്ങനെ പൈസ ഉണ്ടാക്കി പോവും ഞാൻ. എങ്ങനെ ഉണ്ടാക്കാനാ? ഇപ്പൊ നീ ചോറ് കഴിച്ചോ? പോവും ഞാൻ. കഴിക്കടാ. പൈസ കട്ടെടുത്തേക്കില്ല ഞാൻ പോവും. ഇവനെ ടൂറ് പോണെന്ന്. എന്റെ കൈക്കോട്ട് വീഴാത്തൊരു പറമ്പും ഈ പഞ്ചായത്തിലുണ്ടാവില്ല. പലവട്ടം പട്ടിണി കിടന്നിട്ടും പട്ടിയെ ചുട്ടു നിന്നിട്ടില്ല കുമാരൻ. നിന്നെക്കുറിച്ച് എന്തെങ്കിലും നാട്ടിന്ന് കേട്ടാൽ പിന്നെ എന്റെ ശേഷക്രിയക്ക് നിന്നെ ആരും അന്വേഷിക്കൂല. മോനോട് എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ? കുട്ടാ, തയ്പ്പിച്ചക്കന്. ദീപം ദീപം ദീപം, ദൈവമേ രക്ഷിക്കണേ. അമ്മേ ഭഗവതി, ആണായിട്ടൊന്നേ ഉള്ളൂ. ചതിക്കല്ലേ ഈശ്വരൻ. കാത്തുരക്ഷിക്കണേ, നല്ലത് വരുത്തണേ. ഇനി അത് ആലോചിച്ച് കിടക്കണ്ട, സാരില്ല. കുറച്ചുകൂടിപ്പോയി. നെല്ലുമ്പതിനും തിരിച്ചറിയാൻ വയ്യാത്ത പ്രായ. വഴി തെറ്റിയാ പിന്നെ ആരടത്തുനാവ് കുറച്ച് തിരുമറി നടക്കുക. അതെങ്ങനെയാ? ആഴ്ചയിൽ 4-5 കല്യാണല്ലേ? നമ്മുടെ സിന്ധുവിൻ്റെ കല്യാണത്തിന് നമ്മളീ മുറ്റത്ത് പന്തൽ കെട്ടിയപ്പോണ്ടായ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടാവും. കഴിയണ മാതിരി നമുക്കതിലൊക്കെ കൂടിയാടണം. ശരി, നേരത്തെ എഴുന്നേക്കണ്ടല്ലേ. അമ്മേ ദേവി രക്ഷിക്കണേ. ഈശ്വര.
നീ എന്തായാലും വരണം. നീ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ടൂറാ? നീ എന്തായാലും വരണം. Please ഡാ. Please ഡാ. നീ ഇല്ലാന്ന് പറയണം. നീ എന്തായാലും വരണം. പ്ലീസ് ശ്രീകുട്ടാ. കുട്ടാ, ആ ലൈറ്റ് ഓഫ് ആക്കി കിടക്കാൻ നോക്ക്. ദേ, ഞാനിന്ന് അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിന് പോകൂട്ടോ. അമ്മേ, ആ വരുന്നടാ. ഞാൻ ഇന്ന് വരാൻ കുറച്ച് വൈകൂട്ടോ. അതെന്താ? ഞാൻ ഇന്ന് മുതലേ ഒരു ട്യൂഷന് പോവാം. ഫീസൊന്നും വേണ്ടെന്നാണ് മാഷ് പറഞ്ഞത്. ആണോ? ശരിയമ്മേ. അവൻ്റെ ഈ ട്യൂഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല. അവനെ കണക്കിലിച്ചിരി മോശാന്നാ പറഞ്ഞു. കണക്കൂട്ടലിൽ എനിക്കും തെറ്റുപറ്റിയോന്നൊരു സംശയം. ഇല്ല, സംശയിക്കണ്ട, തെറ്റൂല. തെറ്റിയാൽ അയ്യോ, എന്താ ഈ കാണിച്ചത്? ശ്ശോ, ഒരു ശ്രദ്ധയില്ല. ഞാനൊരു തുണി എടുത്തോണ്ട് വരാം. സാരമില്ല. ഒരു പണിയെടുക്കുന്നിടത്ത് മനസ്സ് നിൽക്കാഞ്ഞിട്ടാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നാളെ നേരത്തെ വാ. നിക്കവിടെ. എന്താടാ അത്? ഒന്നുമില്ല. കുറെ നാളെ ശ്രദ്ധിക്കുന്നത്. എടുക്കടാ അത്. ഒന്നുമില്ല. ഇങ്ങോട്ട് എടുക്കാൻ. എന്താടാ അത്? നീ വന്ന മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. ചേ, വേസ്റ്റോ? എന്തിനാടാ അത്? എന്റെ വീടിന്റെ അതിൽ വരുന്ന 2 പട്ടികളുണ്ട്, അവർക്ക് കൊടുക്കാനാ. ഇപ്പൊ എന്നെ കാത്തിരിക്കാൻ 2 പൂച്ചയുണ്ട്. മിടുക്കൻ. സോറി മോനെ. മോനെ, ഇത് വെച്ചോ. വേണ്ട. അയ്യോ വേണ്ട. വെക്കടോ.
പോലെ വന്നോളില്ല നിങ്ങൾ കയറി ടീച്ചറെ ഓക്കെ. ഹലോ, ഹായ് ഹായ് ഹായ്. कहीं अरमानों की दास्तां है सेन्योरिटा. കുമാരേട്ടാ, ആ മക്കളെ, ടൂർ കഴിഞ്ഞ് മടങ്ങിയോ? ടൂറൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. മൈസൂർ പാർക്കിൽ വെച്ച് ഒരു കിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ശ്രീകുട്ടനാ ഫസ്റ്റ് പ്രൈസ് അടിച്ചേ. 25,000 രൂപയാ പ്രൈസ്. ഓ, ഞങ്ങൾ നന്നായി ഷൈൻ ചെയ്തു. ആഹാ. നമ്മുടെ നാടിനെ കുറിച്ച് സ്കൂളിനെ കുറിച്ചൊക്കെ അവിടെ നല്ല പേരാ. സന്തോഷായി. മക്കളെ വീട്ടിൽ പോയിക്കോ. എന്നാ ശരി. ആ നിങ്ങളെ ചെക്കൻ ആള് ഉഷാറാട്ടോ. കോളടിച്ചല്ലോ കുമാരേട്ടാ. രാരിക്കം രാരോ രേരിക്കണ്ടേരേരോ, രാരിക്കം രാരോ രേരിക്കണ്ടേരേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. രാരിക്കം രാരോ രേരിക്കണ്ടേരേരോ, രാരിക്കം രാരോ രേരിക്കണ്ടേരേരോ.
അമ്മേ അമ്മേ ആ മോൻ എത്തിയോ? എന്തൊക്കെയാ കൂട്ടായത്? അതൊക്കെ പറയാം. വാ. ദേ നോക്കിയേ, ഇതൊക്കെ നമ്മുടെ മോൻ കൊണ്ടുവന്നാ. നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ. ദാ ഇത് നോക്കിയേ. കുട്ടൻ തന്ന പൈസ ഇതിൽ വെച്ചത് ഞാൻ മറന്നു. ദേ നോക്കിയേ, നമ്മുടെ മോൻ ആദ്യമായിട്ട് കിട്ടിയതാ. എനിക്കുണ്ട് സാരിയും ബ്ലൗസും ഒക്കെ. ഈശ്വര, ഈ അടിയന്റെ പ്രാർത്ഥന കേട്ടു. ഇനിയിപ്പോ ട്യൂഷനൊന്നും പോണ്ട കേട്ടോ. പോണമ്മേ, അച്ഛനൊരു സഹായാവല്ലോ. ഇനി അച്ഛന് വയ്യാത്ത കാലത്ത് മോൻ ട്യൂഷന് പോയാൽ മതി കേട്ടോ.